മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരായ കേസിലെ സിപിഐ നിലപാടിൽ സിപിഎമ്മിൽ കടുത്ത അമർഷം. വീണയുടെ കേസ് വീണ നോക്കിക്കൊള്ളുമെന്നും ബിനോയ് വിശ്വം ആശങ്കപ്പെടേണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് LDF കേസ് അല്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് എന്ന് മാത്രമല്ല, ഇപ്പോ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നും ഒരു അസൂയം കുശുമ്പിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ ബിനോയ് വിശ്വം ഇതിൽ പ്രതികരിച്ച വാക്കുകളിലേക്ക് കൂടി. വീണ വിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടു തന്നെയാണ്. വീണ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിന്റെ വിഷയമാണ്. ആ കമ്പനിയുടെ നടത്തിപ്പുകാർക്ക് വേറൊരു കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം, ഉടമ്പടി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ആ തെറ്റ് ശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിന് കൂടെ നിൽക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും. LDF മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറൊരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ്, പ്രായപൂർത്തിയായവർ. അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം, കമ്പനിയുടെ ഭാഗമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായി താല്പര്യമില്ല. SFIയോയോ കേന്ദ്ര ഗവൺമെന്റിനോ ഈ വിഷയത്തിൽ രാഷ്ട്രീയ കുത്തുകലർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി LDFിനെ ആക്രമിക്കാനുള്ള ഒരു വടിയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായി LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെ നേരിടും. രണ്ട് കമ്പനികൾ അവ തമ്മിലുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻസ് അതതിന്റെ വഴിക്ക് പോകട്ടെ. VV അരുൺ ചേരുന്നു. അരുൺ, ഒരു പരസ്യ പ്രതികരണങ്ങളിലേക്ക് കൂടി CPIയും CPMും കടക്കുന്നൊരു സാഹചര്യം ഇതിനു മുൻപുള്ള സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു മുന്നണിക്കകത്ത് ഒരു പടലപ്പിണക്കത്തിലേക്ക് നയിക്കുന്നു കാര്യങ്ങൾ എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? അപർണ, തൃശൂരിൽ കഴിഞ്ഞ ആഴ്ച ചേർന്ന ഇടതുമുന്നണി സർക്കാരിന്റെ 68ാം വാർഷികം, ആദ്യ സർക്കാർ രൂപീകരിച്ചതിന്റെ 68ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിലാണ് മുഖ്യമന്ത്രിയെ എക്സാലോജിക് വിവാദത്തിന്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞത്. മുഖ്യമന്ത്രിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ വിഷയത്തിൽ അന്ന് ബിനോയ് സ്വീകരിച്ചത്. ഇന്നലെ അവസാനിച്ച CPIയുടെ സംസ്ഥാന കൌൺസിൽ ഇതിനെതിരെ ബിനോയിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു പ്രതിനിധികൾ. ബിനോയ് ആരോട് ചോദിച്ചിട്ടാണ് നിലപാട് പ്രഖ്യാപിച്ചത്? CPI നിലപാടാണോ? എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വെള്ളപൂശുന്നത്? എന്നിവയായിരുന്നു ബിനോയ്ക്ക് ഉയർന്ന ചോദ്യങ്ങൾ. പാർട്ടിയിൽ തനിക്കെതിരെ നീക്കങ്ങൾ ശക്തമായത് തിരിച്ചറിഞ്ഞ ബിനോയ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മലക്കമറിയുകയായിരുന്നു, അക്ഷരാർത്ഥത്തിൽ മലക്കമറിയുകയായിരുന്നു. പൂർണ്ണമായും ആ നിലപാട് തള്ളി പറഞ്ഞുകൊണ്ടാണ് ബിനോയ് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് മകളുടേത് മാത്രമാണ്, അത് LDFിനെ ബാധിക്കുന്ന കേസല്ല എന്നായിരുന്നു ബിനോയുടെ പരാമർശം. ഇതിൽ കടുത്ത അതിർത്തി അമർഷം CPMനുണ്ട്. ആ അമർഷം വ്യക്തമാക്കുകയായിരുന്നു സംസ്ഥാന സമിതി അംഗം കൂടിയായ വി ശിവൻകുട്ടി ചെയ്തത്. വി ശിവൻകുട്ടിയുടെ പ്രസ്താവന വളരെ പരസ്യമായി CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെയുള്ള നിലപാട് പറച്ചിലായിരുന്നു. അത് ഒരു ഭിന്നതയായി തന്നെ പുറത്തുവരികയാണ്. PMC അടക്കമുള്ള വിഷയങ്ങളിലും CPIയുടെ വ്യത്യസ്ത നിലപാടിൽ CPMന് കടുത്ത അതിർത്തിയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി മകളെ അടക്കെതിരായ കേസ് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ളതാണ്, അതിനെ രാഷ്ട്രീയമായി കൂടി പ്രതിരോധിക്കണമെന്ന് CPM പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞതിൽ കടുത്ത അമർഷം CPMനുണ്ട്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട CPI നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും. VV അരുൺ വിവരങ്ങൾ.